നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയുടെ ഓഹരി സൂചിക 8ാം ദിവസവും കുറവിലേക്ക്. സൗദി സ്റ്റോക്ക് മാർക്കറ്റിന്റെ തുടർച്ചയായ നഷ്ടം 8ാം ദിവസത്തേക്കും നീണ്ടു. അൽ റജഹി ബാങ്ക്, സൗദി അരാംകോ എന്നിവയുടെ ഓഹരികൾ ഇടിഞ്ഞത് മൂലമാണ് സൂചികയുടെ ഇടിവ്. എമിറേറ്റ്സ് NBD ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ പദ്ധതിക്ക് $1.06 ബില്യൺ ലോൺ അനുവദിച്ചു. ദുബായ് ഗതാഗത പദ്ധതിയുടെ ഭാഗമായ ബ്ലൂ ലൈൻ വികസനത്തിന് എമിറേറ്റ്സ് NBD വലിയ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. ഖത്തർ ഇസ്ലാമിക് ബാങ്കിന്റെ ലാഭം 5% വർദ്ധിച്ചു. 2025 രണ്ടാം പാദത്തിൽ ഖത്തർ ഇസ്ലാമിക് ബാങ്കിന്റെ ലാഭം പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്നതായി റിപ്പോർട്ട്. എയർ അറേബ്യ അബുദാബി 40% സേവനം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിട്ടു. വിസ് എയറിന്റെ മാർക്കറ്റ് വിട്ടുപോക്കിന് പിന്നാലെ എയർ അറേബ്യ വലിയ വിപുലീകരണം പ്രഖ്യാപിച്ചു. ഗൾഫ് എയർ 12 പുതിയ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ വാങ്ങുന്നു. ബഹ്റൈനിലെ നാഷണൽ കാരിയർ ഗൾഫ് എയർ തന്റെ ഫ്ലീറ്റ് വികസിപ്പിക്കാൻ വലിയ നിക്ഷേപം പ്രഖ്യാപിച്ചു. യൻബു വിൻഡ് പവർ പ്രൊജക്ട് 700 മെഗാവോൾട്ട് കരാർ സെപ്കോ 3 നേടി. സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി 700 മെഗാവോൾട്ട് വൈദ്യുതി പ്രൊജക്ട് പ്രഖ്യാപിച്ചു. ഒമാനിൽ പൊതുഭക്ഷ്യവില കുറയുന്നു. സർക്കാർ ഇടപെടലിന്റെ ഫലമായി അന്തർദേശീയ മാർക്കറ്റിൽ ചന്തവില കുറവായതോടെ ഒമാനിൽ പല കിച്ചൺ സാധനങ്ങൾക്കും വില കുറച്ചു. കുവൈത്തിൽ പുതിയ തൊഴിൽ നിയമം. വിദേശ തൊഴിലാളികൾക്കായി സ്പോൺസർഷിപ്പ് ലഘൂകരണം. കുവൈത്ത് തൊഴിൽ മന്ത്രാലയം പുതിയ നിയമങ്ങൾ പുറത്തിറക്കി. അബുദാബി ഓഹരി സൂചികയിൽ 0.6% ഉയർച്ച. ബാങ്കിംഗ്, ടെലികോം വിഭാഗങ്ങളിൽ നിന്നുള്ള നേട്ടം മൂലമാണ് ഉയർച്ച. ബഹ്റൈൻ US ആണവ കരാർ ഒപ്പുവെച്ചു. സുരക്ഷിത സിവിൽ ഉപയോഗത്തിന്. ഇന്റർനാഷണൽ ഓട്ടോമിക് എനർജി കോർപ്പറേഷന്റെ ഭാഗമായി ബഹ്റൈനും അമേരിക്കയും പുതിയ കരാർ ഒപ്പുവെച്ചു. സൗദി ഇസ്രായേൽ സംഘർഷത്തിൽ സൗദി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്കെതിരെ സൗദി വിമർശനമുയർത്തി. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.